ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. താര സംഘടനയുടെ പുതിയ ഭാരവാഹികൾ 30-ാം തീയതി അധികാരമേറ്റു. അധികാരമേൽക്കുമ്പോൾ തന്നെ 25 വർഷം ആ സംഘടനയെ നെഞ്ചോട് ചേർത്ത് 6.5 കോടി രൂപ ലാഭമുണ്ടാക്കി കണ്ണീരോടെ പടിയിറങ്ങിയ ഒരു ജനറൽ സെക്രട്ടറി ഉണ്ട്, ഇടവേള ബാബു. ജീവിതം സംഘടനയ്ക്ക് വേണ്ടി നഷ്ടപ്പെടുത്തി. തൻ്റെ തിരക്കുകൾ സംഘടനയ്ക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ചു. തൻ്റെ അഭിനയം വേണ്ടെന്ന് വെച്ച് ആ സംഘടനയുടെ എല്ലാമായി. അതിനേക്കാൾ ഉപരിയായിരുന്നു കുടുംബജീവിതം പോലും മറന്ന്, കല്യാണം പോലും മറന്നുകൊണ്ട് ഈ സംഘടനയെ സേവിച്ചത്. അങ്ങനെയുള്ള ഇടവേള ബാബുവിനെ കറിവേപ്പില പോലെ എടുത്തു കളഞ്ഞു എന്ന് പറയുന്നതാണ് ശരി. ഞാൻ മുമ്പ് പലപ്പോഴും ബാബുവിനെ വിളിക്കാറുണ്ട്, പക്ഷെ ബാബു ഒന്നും സംസാരിക്കാറില്ല. എല്ലാം 30-ാം തീയതി നിങ്ങൾ അറിയും എന്ന് മാത്രമേ ബാബു ഒന്നും പറഞ്ഞിട്ടുള്ളൂ. 30-ാം തീയതി വരുന്നത് മുമ്പ് തന്നെ ഞങ്ങൾ പറഞ്ഞു, ബാബുവിനെ ഒതുക്കി എന്ന് പറഞ്ഞു. ബാബുവിനെ ഒതുക്കാൻ നിന്നത് ആ സംഘടനയിൽ തന്നെ വില്ലൻ പരിവേഷമുള്ള നടൻ കൂടിയാണെന്ന് പറഞ്ഞപ്പോൾ പലരും ഞങ്ങളെ തെറി വിളിച്ചു എന്നുള്ള സത്യമാണ്. പക്ഷേ 30-ാം തീയതി, അതായത് ഇന്നലെ നിങ്ങൾ കണ്ടു കാണുമല്ലോ, തൻ്റെ അധികാരം മറ്റൊരാൾക്ക് കൈമാറിക്കൊണ്ട് ഒരു മറുപടി പ്രസംഗമെന്ന നിലയ്ക്ക് കണ്ണുനീരോടെ ഇടവേള ബാബു തൊണ്ട ഇടറിക്കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞത് എന്താണ്? എന്നോടൊപ്പം ഒരാൾ പോലും എന്നെ സപ്പോർട്ട് ചെയ്യാനുണ്ടായില്ല. എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ? ബാബുവിനെക്കുറിച്ച്, ബാബുവിനെതിരായി ചിലർ അണ്ടർലൈൻ, ബാബുവിനെക്കുറിച്ച് മോശമായ രീതിയിൽ എഴുതിച്ചപ്പോൾ അത് അങ്ങനെയല്ല, അല്ല എതിർക്കാൻ പോലും, ബാബുവിനൊപ്പം നിൽക്കാൻ പോലും ഒരാൾ പോലും ഉണ്ടായില്ല എന്ന് നിറകണ്ണുകളോടെ ബാബു പറഞ്ഞപ്പോൾ നമ്മൾ എങ്ങനെ പറയണം? ഒരാൾ പോലുമില്ല എന്ന് പറയുമ്പോൾ മമ്മൂട്ടിയും മോഹൻലാലും അടക്കമുള്ളവർ പോലും ഇല്ല എന്നുള്ളൊരു ധ്വനി അതിൽ വന്നില്ലേ? അതെന്തുകൊണ്ട് സംഭവിച്ചു? എന്താണ് ബാബുവിന് ഉള്ള മൈനസ് പോയിൻ്റ്? ബാബുവിനെ കുറിച്ച് ഇന്നലെ വരെ, അതായത് ഇതിൻ്റെ അധികാര കേന്ദ്രത്തിൽ മറ്റുള്ളവർ കടന്നു വരുന്നതിന് മുമ്പ് വരെ ഒരാളും കുറ്റം പറഞ്ഞിരുന്നില്ല. അതേസമയം ഇന്നലെ ഇതെല്ലാം കഴിഞ്ഞ് ഒരു വിഭാഗം വിജയം ആഘോഷിക്കുമ്പോൾ കുറേ പേര് പരാജയപ്പെട്ടപ്പോൾ ഈ സംഘടനയെ ഇപ്പോൾ പൂർണ്ണ അർത്ഥത്തിൽ രണ്ടാക്കി തിരിച്ചു കഴിഞ്ഞപ്പോൾ, തിരിച്ചു എന്നുള്ള സത്യം തന്നെയാണ്, മാനസികമായി അമ്മ രണ്ടായി കഴിഞ്ഞു എന്നുള്ള യാതൊരു സംശയവുമില്ല. കഴിഞ്ഞപ്പോൾ ഞാൻ ചില നടന്മാരെയും നടികളെയും വിളിച്ചു, എനിക്ക് അടുപ്പമുള്ള പരിചയമുള്ളവരെ. അവരൊക്കെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ബാബുവേട്ടൻ അല്ലെങ്കിൽ ഇടവേള ബാബുവിൻ്റെ ഒപ്പം എത്താൻ ഇനി ഒരാൾക്കും കഴിയില്ല എന്നുള്ളത്. ഞങ്ങൾ നടികൾക്ക് ഏത് പാതിരാത്രിയിലും ധൈര്യപൂർവ്വം വിളിക്കാവുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ഇടവേള ബാബു ചേട്ടനെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ 1-2 പേര്, ഞാനിവിടെ പേര് പറയാത്തത്, ആ പേര് കഴിഞ്ഞാൽ അവരെ കളകസ്ഥം ചെയ്യും, കഴുത്തറക്കുന്നു സംഘടന. ഒരാളെ ഒതുക്കണമെങ്കിലും വളരെ എളുപ്പമാണത്. അപ്പോൾ ഞാൻ ആ മാന്യ സഹോദരിമാരുടെ പേര് ഞാൻ പറയുന്നില്ല. അവർ പറയും ഇത്രയേ ഉള്ളൂ, ഏത് പാതിരാത്രി വിശ്വാസപൂർവ്വം നമുക്ക് വിളിക്കാവുന്ന ഒരു ജനറൽ സെക്രട്ടറിയാണ്, നടനാണ് ഇടവേള ബാബു എന്ന് പറഞ്ഞത്. ഞങ്ങളെപ്പോൾ വിളിച്ചാലും ഞങ്ങൾക്കൊരാവശ്യം വന്നാൽ അതെല്ലാം മറ്റുള്ള എല്ലാം വിട്ടെറിഞ്ഞുകൊണ്ട് ഞങ്ങളടുത്ത് ഓടിയെത്തി, അത് വലിയ നടനെന്നോ ചെറിയ നടനെന്നോ വലിയ നടിയെന്നോ ചെറിയ നടനെന്നോ പടമുള്ളവനെന്നോ പടമില്ലാത്തവനോ നോക്കാതെ ഓടിയെത്തി പ്രശ്നങ്ങൾ ഇതുവരെ പരിഹരിച്ചിരുന്നു. ആലോചിക്കണം. ഇത് പിന്നെ സലീം കുമാർ തന്നെ വളരെ പരസ്യമായിട്ട് പറഞ്ഞല്ലോ. അതിൽ വേറൊരു നടി ഇപ്പോൾ പറയാം, ചില നടികളുടെ പേര് പറയാത്തത് അതിൻ്റെ രഹസ്യ സ്വഭാവം സൂക്ഷിക്കേണ്ടതുകൊണ്ടാണ്. ഇപ്പോൾ സീമാജി നായർ തന്നെ പറഞ്ഞല്ലോ വളരെ വിഷമത്തോടു കൂടി. അതാ, അങ്ങനെ ഓരോരുത്തരുടെയും മനസ്സിൽ ഇടം പിടിക്കാൻ ഇടവേള ബാബുവിന് കഴിഞ്ഞു. 1 വർഷമല്ല, 25 വർഷമാണെന്ന് ആലോചിക്കണം. ഈ 25 വർഷം തൻ്റെ ജീവിതത്തിൻ്റെ പകുതിയിലേറെ സമയം താരസംഘടനയ്ക്ക് വേണ്ടി നീക്കിവെച്ച് പിന്നെ പിരിഞ്ഞു പോകുമ്പോൾ ആൾ PF മറ്റൊന്നും പേടിക്കുന്നില്ല.
വെറ്റ് വരുവാണെങ്കിൽ പിരിയാൻ നേരത്ത് കുറേ കാശെങ്കിലും അടിച്ചു മാറ്റി വയ്ക്കും. ഇത് 6.5 കോടി രൂപ ബാലൻസ് വെച്ചിട്ടുണ്ട്. അതിനർത്ഥം ഇനി വരുന്നവർ ഇതെടുത്ത് പുട്ടടിക്കാനല്ല പറയുന്നത്. ഈ 6.5 കോടി ബാബു ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മോളിൽ വേണം, അല്ലാണ്ട് വിത്തെടുത്ത് കഞ്ഞി കുടിക്കുന്ന പോലെ ഇതെടുത്ത് ചിലവാക്കാനുള്ളതല്ല. അപ്പോൾ ചോദിക്കും, ഞങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ എന്തിനാണ് ഇടപെടുന്നുള്ളത്? നിങ്ങളുടെ കാര്യത്തിൽ ഞങ്ങളല്ലാതെ പിന്നെ ആര് ഇടപെടും? സാധാരണ മനുഷ്യരായിരുന്ന നിങ്ങളെ ഈ രൂപത്തിൽ എത്തിച്ചത് ഞങ്ങൾ പ്രേക്ഷകരാണെന്ന് ആലോചിക്കണം. ഞങ്ങളുടെ നാണയത്തുട്ടുകളാണെന്ന് ആലോചിക്കണം. ഞങ്ങൾ സിനിമ കണ്ടില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ആരും ഇന്ന് അറിയപ്പെടുമായിരുന്നില്ല ആലോചിക്കണം. നിങ്ങളിന്ന് കോടാനുകോടികൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കാം, രാജ്യസിംഹാസനങ്ങൾ സ്വപ്നം ഉണ്ടാക്കിയിരിക്കാം, എല്ലാ രംഗത്തും നിങ്ങൾക്ക് സ്വാധീനം ഉണ്ടായിരിക്കാം, ഏക്കർ കണക്കിന് ഭൂമി വാങ്ങിയിട്ടുണ്ടായിരിക്കാം, പിന്നെ എന്തിന് ഗവൺമെൻറ്റിനെ പറ്റിച്ചിട്ട് പോലും പണമുണ്ടാക്കുന്നവരുണ്ടായിരിക്കാം. ഇതൊക്കെ ഉണ്ടാക്കിയത് ഈ രാജ്യത്തെ പ്രേക്ഷകരാണെന്ന് ആലോചിക്കണം. ആ പ്രേക്ഷകർ കണ്ണടച്ചാൽ, വേണ്ട എന്ന് തീരുമാനിച്ചാൽ തകർന്നു വീഴാവുന്ന സ്റ്റാർഡം മാത്രമേ നിങ്ങൾക്കുള്ളൂ എന്ന് ആലോചിക്കണം. അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മളെന്നൊക്കെ പറയാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്കൊരു സംഘടന വേണം, അത് നല്ല കാര്യമാണ്. നിങ്ങൾ ആ സംഘടന കുറേ ഗുണങ്ങൾ ചെയ്യുന്നുണ്ട്, അതും നല്ല കാര്യം തന്നെയാണ്. പക്ഷേ എന്താണ്, തോളിലിരുന്നു കൊണ്ട് ചെവി കടിക്കുന്നത് പോലെ നിങ്ങളെ കൂടെ ഒരുത്തനെ നിങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണത്. ആ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം. ഇടവേള ബാബുവിന് 25 വർഷം ഇവിടെ സജീവമായി നിൽക്കാൻ കഴിഞ്ഞു. ആ 25 വർഷത്തെ പ്രവർത്തനം കൊണ്ടാണ്, സ്നേഹം കൊണ്ട് പൊതിഞ്ഞൻ നിങ്ങളെപ്പോലുള്ള ഒരു 6 മാസം തികച്ച് ഈ സ്ഥാനം കൊണ്ടു നടക്കാൻ പറ്റുമോ എന്ന് ഒരു സ്വയം വിമർശനം നടത്തുന്നത് നന്നായിരിക്കാം. കാരണം സിദ്ദിഖ് എൻ്റെ നല്ല സുഹൃത്തുക്കളിൽ ഒരാളായിരുന്നു, നല്ല നടനാണ്. ഞാൻ ഇപ്പോഴും എപ്പോഴും പറയാറുണ്ട്, മലയാള സിനിമയിലെ വിരലിലെണ്ണാവുന്ന നല്ല നടന്മാരിൽ ഒരാളാണ് സിദ്ദിഖ്. പക്ഷെ സിദ്ദിഖ് ഒരു സംഘാടകനല്ല എന്നാലോചിക്കണം. സിദ്ദിഖ് ഒരു സർവ്വസമ്മതനല്ല എന്നാലോചിക്കണം. സിദ്ദിഖിൻ്റെ നേരെയും ചില കണ്ണുകൾ, അവിശുദ്ധ കൂട്ടുകെട്ടിൻ്റെ കണ്ണുകളുണ്ടെന്ന് ആലോചിക്കണം. അങ്ങനെയുള്ള തിരക്കിലുള്ള സിദ്ദിഖിന് ഇങ്ങനെ എല്ലാവരെയും ബാബുവിനെ പോലെ എല്ലായിടത്തും എത്താനോ വിളിക്കാനോ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമോ എന്നാലോചിക്കണം. അപ്പം പിന്നെന്ത് ചെയ്യണം? ജനറൽ സെക്രട്ടറിമാരായി ചാർജ് എടുക്കുന്നവർ ഒന്നുകിൽ സിനിമകളുടെ എണ്ണം കുറയ്ക്കുക എന്നുള്ളതാണത്. ജനറൽ സെക്രട്ടറി ആകുമ്പോൾ സംഘടനയ്ക്കായിരിക്കണം പ്രാധാന്യം കൊടുക്കേണ്ടത്, സിനിമ അഭിനയത്തിനല്ല, വ്യക്തി ജീവിതത്തിനല്ല എന്നാലോചിക്കണം. അങ്ങനെ വ്യക്തിജീവിതം കളഞ്ഞുകൊണ്ട് സംഘടനയെ ദുർബലപ്പെടുത്തുന്ന രീതിയിലേക്ക് പ്രവർത്തനം കൊണ്ടുപോയി കഴിഞ്ഞാൽ 25 വർഷം കഴിഞ്ഞ് ബാബുവിനെ കറിവേപ്പിലയാക്കിയെങ്കിൽ 6 മാസത്തിൽ നിങ്ങളെയും കറിവേപ്പിലയാക്കാൻ ഈ നിങ്ങളുടെ സംഘടനയ്ക്കുള്ള ആൾക്കാർക്ക് കഴിയുമെന്ന് ആലോചിക്കണം. അപ്പോൾ നമുക്ക് പറയാനുള്ളതാണ്, ബാബുവിൻ്റെ സംസാരിച്ചപ്പോൾ ഇടറി ശരിക്കും പറഞ്ഞു. അത് പക്ഷേ കുറേ കൺട്രോൾ ചെയ്ത് ബാബു എന്ന് ആലോചിക്കണം. ആ ബാബു ശരിക്കും പിരിഞ്ഞു പോയപ്പോൾ ഈ സംഘടനയിൽ ഇപ്പോൾ ബാബു ആരുമല്ല, ഒരാളുമല്ല എന്നാലോചിക്കണം. സാധാരണ മെമ്പർ മാത്രമായി ബാബു മാറി എന്നുള്ളതായിരിക്കണം. പക്ഷെ ബാബുവിനെ മനസ്സിൽ കൊണ്ടുനടക്കുന്ന ഒത്തിരി പേരുണ്ട്. അത് ഇനി വരുന്നവർക്ക് അത് പരിഹരിക്കാൻ കഴിയുമോ? ഇല്ല എന്നുള്ള വിശ്വാസമാണ് ഞങ്ങൾക്ക് പറയുന്നത്. ബാബുവിനുണ്ടായിരുന്ന വിശ്വാസവും ബാബുവിൻ്റെ പ്രവർത്തനവും ഇനി ഒരു പുതിയൊരാൾക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണെന്നുള്ളതായിരിക്കാം. അവർ പല രംഗത്തും പ്രശസ്തരായിരിക്കാമെന്നുള്ളതാണത്. അപ്പോൾ മറ്റു പലരെയും പോലെ ഞങ്ങളും സംശയദൃഷ്ടിയോടെ തന്നെയാണ് ഈ പുതിയ കമ്മിറ്റിയിൽപ്പെട്ടവരെയും പ്രത്യേകിച്ച് ജനറൽ സെക്രട്ടറി അടക്കമുള്ളവരെയും നിരീക്ഷിക്കുമെന്ന് ആലോചിക്കണം. കാരണം എല്ലാവരെയും കൂട്ടി ഇണക്കുമ്പോൾ, ചിലതെല്ലാം വാരി പിടിക്കുമ്പോൾ, തനിക്കിഷ്ടമുള്ളത് മാത്രം വാരിപ്പിടിച്ച് നെന്തോർത്ത് ചേർക്കുകയും മറ്റു പലരും ചോർത്തിക്കളയും ചെയ്യുമോ എന്നൊരാശങ്ക നിങ്ങളുടെ സംഘടനയിൽ, താരസംഘടനയിലുള്ള പലരെയും പോലെ ഞങ്ങൾക്കുമുണ്ട്.